ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് ഈവനിങ് വ്ളോഗ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാൻ ഷൂട്ട് ചെയ്ത കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എൻ്റെ പരമ ബോറായിരുന്നു, ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് മയക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്ത് കളഞ്ഞേക്കാന്ന്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഉഷാറാകുമല്ലോ. അങ്ങനെ തന്നെ ഒരു ചായ ഇട്ട് കുടിക്കുവാണ്. ചായ മസ്റ്റാണ് നമുക്ക്. രാവിലെയും വൈകിട്ടും എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ പ്രഗ്നൻസിയുടെ ടൈമിലൊക്കെ നമ്മൾ ചായ മാറ്റി വെള്ളമൊക്കെ കുടിച്ചിരുന്നു, ഹെൽത്തിൻ്റെ ഭാഗമായിട്ട്, കുഞ്ഞിൻ്റെ ഹെൽത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അല്ലാണ്ട് എന്നെ കൊണ്ട് നടക്കാൻ മാട്ടേ ചായ കുടിക്കാതെ. അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ട് കുടിക്കുവാണ്. പിന്നെ ഈവനിങ്ങിലേക്കുള്ള ഫുഡിൻ്റെ പരിപാടികളൊക്കെ ആട്ടോ പിന്നെ കാണിക്കുന്നത്. അപ്പം ചായയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും കടി മസ്റ്റാട്ടോ. എന്താണെന്നറിയില്ല, വല്ലാത്ത ദുശീലമാണത്, മാറ്റിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എരിവുള്ള എന്തെങ്കിലും ചായയുടെ കൊടുത്ത് കഴിക്കാനായിട്ടോ ഇഷ്ടം. പിന്നെ എന്നെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിനകത്തെന്നറിയോ, ചായയ്ക്ക് വേണ്ടിയിട്ടാണ്, കൊടുക്കാൻ പറ്റില്ലല്ലോ. അവനെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ മിക്കവാറും എൻ്റെ പരിപാടികളൊക്കെ ചെയ്യാറ്. അങ്ങനെ ഞാൻ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നതൊക്കെ പെട്ടെന്ന് വന്ന് കഴുകി വെക്കുവാണ്. അപ്പോഴേക്കും ദാവം വീണ്ടും എൻ്റെ ഇടയിൽ കയറി. ഇനിയിപ്പോൾ അവന് നല്ല മൂഡ് തോന്നണം, വീണ്ടും ആ സ്ട്രോളറിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇരുത്തണമെങ്കിൽ. അപ്പോൾ അതുവരേക്കും അവനെ ഞാനിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. പിന്നെ ഒത്തിരി സൂക്ഷിച്ചിട്ട് കേട്ടോ ഞാൻ അവിടുന്ന് ചെയ്യുന്നത്. കാരണം എനിക്കൊരു പണ്ടൊരു അനുഭവമുണ്ട്. ഞാൻ എൻ്റെ മൂത്ത മോളെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ചെയ്ത സമയത്ത് അവൾ പെട്ടെന്ന് അതിൻ്റെ ഞാൻ അടുപ്പത്ത് വെച്ചിരുന്ന പാത്രത്തിൻ്റെ പിടിയിലോട്ടൊരു പിടുത്തം അങ്ങ് പിടിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ അങ്ങനെ കയറി പിടിക്കും എന്നുള്ളത്. ആ പാത്രത്തിലിരുന്ന ചൂട് കുറുക്കായിരുന്നു, അത് മൊത്തം എൻ്റെ കാലിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പിന്നെ വൈകുന്നേരത്തേക്കിനുള്ള ഫുഡാട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് എൻ്റെ പുറകെ നടക്കുമായിരുന്നു നൂഡിൽസ് വേണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് നൂഡിൽസ് ഇല്ലാഞ്ഞുകൊണ്ട് ഇത് നൂഡിൽസിൻ്റെയൊക്കെ ഒരു വകഭേദമായിട്ട് വരും, നമ്മുടെ പാസ്തയുടെയൊക്കെ ഒരു അനിയനായിട്ട് കൂട്ടാം. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന സ്പെഗറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ട് സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്വന്തം റെസിപ്പി തന്നെ കേട്ടോ. ഞാൻ ഓൾറെഡി റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറികളെന്ന് പറയാൻ പറ്റില്ല, ആകപ്പാടെ തക്കാളി സവാള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിള്ളേർക്കായതുകൊണ്ട് അവരങ്ങനെ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും കൂട്ടാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിലും എന്തെങ്കിലും വയറ്റിലോട്ട് ചെല്ലട്ടെന്ന് ഓർത്തിട്ടാണ്. അപ്പം അവർക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് ഇച്ചിരി ബട്ടറൊക്കെ ഇട്ട് അങ്ങനെ സെറ്റപ്പാക്കി എടുക്കുവാണ്. പ്രത്യേകിച്ച് ഇതിന് റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ, സ്വന്തം റെസിപ്പി അത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ റെസിപ്പികളും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം ഒരു ഐഡിയ കാണും എല്ലാ സംഭവങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. പിന്നെ ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇടുന്നതായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രത്യേക റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുകൾക്കൊന്നും തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല. അതാണ് അതിൻ്റെ മെയിൻ കാരണം. പിന്നെ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് എല്ലാം ചെയ്യാറ്. പിന്നെ അങ്ങനെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി, കുറച്ച് നേരത്തേക്കിന് മാത്രം കേട്ടോ. ആ ഒരു വന്നിട്ടുള്ള 10-15 മിനിറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. കാരണം ഞാൻ അത്രയും മടുത്തിട്ടുണ്ടാവും വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിലാണ് എനിക്ക് എന്തെങ്കിലും വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് തീർക്കുന്നത്. ഇതാണ് എനിക്ക് ആ പാടെ കിട്ടുന്നൊരു ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പിള്ളേർക്കുള്ള ഫുഡെല്ലാം കൊടുത്തു, കുഞ്ഞിനുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങളും ഫുഡ് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ മൊത്തമൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞ പിള്ളേരാണ് ഇവിടെ വന്നിരുന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ഈവനിങ് ടു നൈറ്റ്.